അല്ല, സ്പോർട്സിൽ നിന്നും സന്ദേശം വ്യക്തി ജീവിതത്തിൽ നമുക്കെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ കുറച്ച് ആഗ്രഹിക്കുന്ന വിധത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ നമുക്ക് കുറച്ച് പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെയാണ്. അപ്പോൾ കളിയിൽ 2-3 ഗോളിന് പിന്നിട്ട് നിൽക്കുന്ന പോലെയാണ് ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് കണ്ടാലും നമ്മൾ ഒരിക്കലും നിരാശരാകരുത്. നമുക്ക് എന്നും ഒന്നും ഒരുപോലെ ആയിരിക്കില്ലെന്ന് കടമ്മനിട്ട ശാന്തയിൽ പറയുന്നത് പോലെ ഇതിനൊക്കെ മാറ്റം ഉണ്ടാവും. നമുക്ക് കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയും എന്ന് വ്യക്തി ജീവിതത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയണം. ആത്മഹത്യയൊക്കെ നമ്മുടെ നാട്ടിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വയം നശിപ്പിച്ച് കളയരുത്. എത്ര ദുസ്സഹമായ ജീവിത സാഹചര്യം ഉണ്ടെങ്കിലും നമുക്കതിനെ മറികടക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി നമ്മുടെ സ്നേഹിതന്മാരുടെ സഹായത്തോടു കൂടി പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കണം. സ്നേഹിതന്മാരുടെ സഹായം ആവശ്യമാണ്. ഇവിടെ സ്കോർ ചെയ്യണമെങ്കിൽ അസിസ്റ്റ് ആവശ്യമാണ്. മറ്റു പലരും കളിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്ന പന്താണ് ഗോളാക്കി മാറ്റാൻ കഴിയുക. അപ്പോൾ പരസ്പര സഹകരണത്തിന്റെ ആവശ്യകത. ചിലപ്പം എനിക്ക് ഗോളടിക്കാമെന്നിരിക്കലും അപ്പുറം നിൽക്കുന്ന പ്രശാന്തിനാണ് സ്കോർ ചെയ്യാൻ കുറെ കൂടെ മെച്ചപ്പെട്ട സാഹചര്യം എന്നുണ്ടെങ്കിൽ ഞാൻ സപ്ലൈ ചെയ്യണം. അതിനുള്ള മറ്റുള്ളവർക്ക് കൊടുത്ത് അവരെ സഹായിക്കണമെന്നുള്ളൊരു ചിന്ത കളിയിൽ നമുക്ക് സ്വീകരിക്കാൻ കഴിയും. പിന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഇത് ബാധകമാണ്. അപ്പം ഹാഫ് ടൈമിൽ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ പകുതിയിൽ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ വീഴ്ചകളില്ലെന്ന് അഭിനയിച്ചിട്ടിരുന്നിട്ട് കാര്യമില്ല. വീഴ്ചകളൊരു എനിക്ക് ഇങ്ങനൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും തിരിച്ചറിഞ്ഞിട്ട് കോച്ച് പറയുന്നതനുസരിച്ച് അടുത്ത ഹാഫിൽ ആ കുറവുകൾ പരിഹരിക്കാൻ ശ്രമിക്കണം. അങ്ങനെയാണ്. ഇപ്പൊ കളിയിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും എടുക്കാൻ കഴിയും. പക്ഷെ ഇതിന് വേറൊരു കാര്യം കൂടി, ഫുട്ബോൾ ആയാലും ബന്ധപ്പെട്ടവര് നൽകേണ്ട സമയത്ത് യെല്ലോ കാർഡ് നൽകാത്തൊരു സാഹചര്യം രാജ്യത്തും ഇല്ലേ? ഫൗളുകൾക്ക് യെല്ലോ കാർഡ് കിട്ടാത്തൊരു സാഹചര്യവും ഇല്ലേ? രാജ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള റഫറി ഭരിക്കുന്ന പാർട്ടിയുടെ കൂടെ ചേർന്നിരിക്കുകയാണ്. അത് ശരിയാണ്. അത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ കാണേണ്ടതാണ്. യെല്ലോ കാർഡ് കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല, ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ പറഞ്ഞത് കേട്ട് ഞാൻ ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ രാജ്യത്ത് കളി തുടങ്ങാൻ പോവുകയാണ്. പക്ഷെ പ്രശ്നം, കളി തുടങ്ങുമ്പോഴത്തേക്ക് ഒരു ടീമിലെ കളിക്കാരെ പകുതി പേരെ ഗോളിയെ ഉൾപ്പെടെ മറ്റേ ടീം വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞു. പിന്നെ റഫറിയെയും കൂടെ നിർത്തി, ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ റഫറിയും നമ്മുടെ കൂടെ ഇരിക്കട്ടെ. അത് ഞാൻ ഒരു രാജ്യത്തെ കുറിച്ചല്ല പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ ഞാൻ വളരെ ആസ്വദിച്ചൊരു സ്റ്റാൻഡപ്പ് കോമഡി ഉണ്ട്. അപ്പോൾ ആ നിലയിൽ പല തലങ്ങളിൽ ഓരോന്നിനെയും നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും കഴിയും.